ഈ ജീവികളെ സൂക്ഷ്മ പരിശോധന നടത്തിയാൽ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിലെ ഉജ്ജ്വലമായ കലാവിരുദ്ധം നമുക്ക് കാണാം. ഈ ചുവന്ന പ്രകാശം പുറപ്പെടുവിക്കുന്ന ജീവി ജെല്ലി ഫിഷാണ്. മറ്റൊരു വർഗത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ വർണ്ണ കാഴ്ച ഒരു ആർട്ട് ഗാലറിയിലെത്തിയ അവസ്ഥയാണ് സൃഷ്ടിക്കുന്നത്. അന്തർവാഹിനിയുടെ വെളിച്ചം പൂർണ്ണമായി അണച്ചാൽ മാത്രമേ ഈ കാഴ്ചയുടെ ഔജ്ജല്യം മുഴുവൻ മനസ്സിലാവൂ. താൻ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശം ഉപയോഗിച്ച് സ്വയം തിളങ്ങുന്ന ഒരു ജീവിയാണിപ്പോൾ നാം കാണുന്നത്. പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് നീന്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു കടൽ ജീവിയാണിത്. ആർക്കും അറിയില്ല ഈ പ്രകാശത്തിന്റെ അർത്ഥമെന്തെന്ന്. ഈ കാണുന്നതെല്ലാം ജെല്ലി ഫിഷ് എന്ന ജീവിയാണ്. അവയുടെ ശരീരം മൃദുലവും വഴുവഴുപ്പുള്ളതുമാണ്. എന്നാൽ ഇവയ്ക്കൊന്നിനും യുക്തിബോധമോ വിശേഷ ബുദ്ധിയോ ഇല്ല. തങ്ങളുടെ ശരീരത്തിൽ നിന്ന് പ്രകാശം പുറത്തു വരുന്നത് എങ്ങനെയെന്നും ഇവയ്ക്കൊന്നും അറിയില്ല. കേവലം ആകസ്മികതയുടെ ഫലമായി ഇത്തരം അതിസങ്കീർണമായ പ്രക്രിയകൾ അടങ്ങിയ ജീവജാലങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നുവെന്ന് വിശ്വസിക്കുന്നത് യുക്തിരഹിതമാണ്. ഇവ സവിശേഷ സൃഷ്ടിപ്രക്രിയയുടെ ഉൽപ്പന്നം മാത്രമാണെന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് കടൽ നിരപ്പിൽ നിന്ന് 100 കണക്കിന് മീറ്റർ താഴെയുള്ള വർണ്ണാഭമായ കാഴ്ച അല്ലാഹുവിന്റെ അപാരമായ ശക്തിവിശേഷവും കലാവിരുതും പ്രകടമാക്കുന്നു. അവൻ ഓരോന്നും മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമായാണ് സൃഷ്ടിക്കുന്നത്. ഭൂമിയിലെയും സമുദ്രത്തിലെയും സർവ്വതും അവന്റേതാണ്. അപരിമേയമായ ജ്ഞാനത്തിന്റെ ഉടമയാണവൻ. ഒരു സൂക്തത്തിൽ ഖുർആൻ വ്യക്തമാക്കുന്നു, അവനാണ് അല്ലാഹു, എല്ലാറ്റിന്റെയും സൃഷ്ടാവും നിയന്താവും. അവൻ എല്ലാറ്റിനും അതിന്റെ രൂപം നൽകുന്നു. ഉത്കൃഷ്ടനാമങ്ങളൊക്കെയും അവനുള്ളതാണ്. ആകാശത്തിലും ഭൂമിയിലുമുള്ള സകലതും അവനെ വാഴ്ത്തുന്നു. അവൻ സർവശക്തനും യുക്തിജ്ഞനുമാകുന്നു.